അടുത്തതായിട്ടും അവസാനമായിട്ടും എനിക്ക് ഓർക്കാനുള്ളത് എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയാണ്. തീർച്ചയായിട്ടും പട്ടം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ എന്നും അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അപ്പൻ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം. പക്ഷേ എന്നെ ധൈര്യപ്പെടുത്തിയത് ഞങ്ങളെ ഈ ഡീക്കൻ പട്ടമായിരുന്നപ്പോൾ വൈദിക പട്ടത്തിന് വേണ്ടി ഒരുക്കിയ ഞങ്ങളുടെ അട്ടപ്പാടിയിലെ ബിനോയച്ചനാണ്. അച്ഛൻ ഞങ്ങളോട് ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുള്ളവർ സങ്കടപ്പെടരുത്, അവർ കൈമുത്തുവാൻ ഇറങ്ങി വരുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അപ്പൻ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ബലം എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗസന്നിധിയിൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പനെ ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. ഇനി പറയാനുള്ളത് എൻ്റെ അമ്മയാണ്. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഒരൊറ്റ തവണ പോലും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല നീ തിരിച്ചു പോരണം. ഒറ്റയ്ക്ക് താമസിക്കാൻ ഒത്തിരി പേടിയുള്ള ഒരാളാണ് എൻ്റെ അമ്മ. പക്ഷേ തമാശയ്ക്ക് പോലും ഒരു തവണ പോലും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല നീ തിരിച്ചു പോരാൻ. പലപ്പോഴും ഞാൻ സെമിനാരിയിൽ നിന്ന് 2 വർഷം മാറി നിന്നപ്പോഴും സങ്കടപ്പെടുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നന്നായി മോനെ, അമ്മയ്ക്ക് ആരെങ്കിലും വേണ്ടേ. പക്ഷേ അപ്പോഴും അമ്മ എന്നോട് പറഞ്ഞത്, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അതിനുവേണ്ടി നീ കഠിനാധ്വാനം ചെയ്യണം. പ്രതിസന്ധികളുണ്ടായപ്പോഴും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ എൻ്റെ അമ്മയൊഴിക്കെ കണ്ണുനീരാണ് എനിക്ക് ബലം തന്നത്. ഒരുപാട് സ്നേഹത്തോടെ നന്ദിയോടുകൂടി അമ്മയെ ഓർക്കുന്നു.